സർ, ചരിത്രത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ മാറുമെന്ന് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പറഞ്ഞത്. ഇന്നിപ്പോ 10ഓളം ഇടങ്ങളിൽ റെയ്ഡാണ്. റിയാസിന്റെ വീട്ടിൽ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാടക വീട്ടിൽ, അതോടൊപ്പം തന്നെ കണ്ണൂരുള്ള വീട്ടിൽ, ഇവിടെയൊക്കെ റെയ്ഡാണ്. കേരളം മുഴുവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോ പി ജയരാജനെ പോലുള്ള നേതാക്കൾ വന്ന് പറയുന്നൊരു പ്രതികരണം ഇപ്പൊ വലിയ വൈറലാവുകയാണ്. ഇതൊരു ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യാൻ വി ഡി സതീശന് സാധിച്ചു എന്ന്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ മോഡിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതായത് മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ച, തൊട്ട് പിറ്റേ ദിവസം പിണറായിയുടെ വീട്ടിൽ, മകളുടെ വീട്ടിലൊക്കെ റെയ്ഡ്, റിയാസിന്റെ വീട്ടിലൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു ഗ്രാൻഡ് ഡിസൈൻ ആണെന്ന് സംശയിച്ചൂടെ? അതായത് പിണറായി വിജയൻ നമ്മുടെ വി ഡി സതീശന് മോദിയെ അടക്കം അപ്പോൾ പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരാളാണ് എന്ന് തെളിയിക്കാനുള്ള നേരം. ഇന്നലെ ചെന്നു, ഇന്നേക്ക് റെയ്ഡ്. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് ഓപ്പറേഷൻ നടത്താൻ പറ്റുന്നത്. അപ്പോൾ മോദി അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ഇപ്പം കരതലാമലകം പോലെ, കാരണം കയ്യിലിട്ട നമുക്ക് ഇങ്ങനെ എന്തും ഉപയോഗിക്കാമല്ലോ, അതുപോലെയുള്ള സാധനമായി മാറി മോദി എന്നാണ് ആര് പറയുന്നത്? പി ജയരാജൻ പറയുന്നത്. എൻ്റെ ഗൗതമേ, ഈ കേസ് എന്ന് നടന്ന 2020 ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നിട്ടുള്ളതാണ്. അന്ന് എൻഫോഴ്സ്മെന്റ് റെയ്ഡ് വന്നപ്പോൾ ആരാ തടഞ്ഞത്? കേന്ദ്ര ഗവൺമെന്റാണ് തടഞ്ഞത്. ആർക്ക് വേണ്ടിയിട്ടാണ്? പിണറായി വിജയന് വേണ്ടിയിട്ട്. അന്ന് മുതൽ ഇത് പൂഴ്ത്തി വെച്ച് മിണ്ടാതിരുന്നിട്ട് 2026 വന്നപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവം നടന്നത്? കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പേരിൽ BJPയും പിണറായി വിജയനും തമ്മിൽ ധാരണയായിരുന്നു. പിണറായി വിജയന്റെ ലാവ്ലിംഗ് കേസ് സുപ്രീം കോടതിയിൽ നീട്ടിക്കൊണ്ടുപോണത് ഈ വി ഡി സതീശനാണോ? സ്വർണ്ണക്കളക്കടത്ത്, നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണ്ണക്കളക്കടത്ത്, അതിൽ കൃത്യമായി തെളിവുകൾ അടക്കം 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തതാണ് സ്വപ്ന. അത് തടഞ്ഞത് വി ഡി സതീശനാണ്. അത് 2020 മാർച്ച് മാസത്തിലാണ് നയതന്ത്ര ബാഗേജിലൂടെ സ്വർണ്ണക്കളക്കടത്ത് നടന്നത്. മോദി ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുള്ളതാണ്. അതേപോലെ അമിത്ഷാ വന്ന് പ്രസംഗിച്ചിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിന്റെ പ്രഭാവ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് പിണറായി വിജയനാണ് ഇതിന്റെ മുഖ്യ വില്ലൻ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. കെ സുരേന്ദ്രനും വി മുരളീധരനും പറഞ്ഞിട്ടുള്ളതാണ് പിണറായി വിജയനും കുടുംബവും അറസ്റ്റിലാകും എന്ന് പറഞ്ഞുള്ളത്. മോദി പോലും കേരളത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി സ്വർണ്ണക്കള്ളത്തുകൾ നടത്തുന്നത് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ? അപ്പൊ തെളിവുള്ളതുകൊണ്ടല്ലേ പറയാം? വെറുതെ പറയോ? പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും പറയാനുള്ള ആളാണോ? ആര് തമ്മിലാണ് ധാരണ? അല്ല, എന്റെ ചോദ്യം അതോടൊപ്പം തന്നെ ഡോളർ കടത്ത്, ഇവിടെ നിന്ന് നയതന്ത്ര ബാഗേജ് വഴി ദുബായിലേക്ക് കടത്തിയ അതിൽ ഇതായിരുന്നു, ഡോളറായിരുന്നു, 100 കോടി ഡോളറായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ 100 കോടി ഡോളർ എന്ന് പറഞ്ഞാൽ എത്ര റുപ്യാണ്? ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ എത്ര റുപ്യാണ്? 100 റുപ്യാണ് അല്ലേ? അപ്പൊ 100 കോടി ഡോളർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കുറെ ചിന്തിക്കുന്നതിനപ്പുറമാണ്. അപ്പൊ ഇത്രയും പണം കടത്തി. ഇതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, കോടിയൊക്കെ പിണറായി തട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുമോ ജനം? അതായത് നമ്മുടെ ആരോഗ്യവകുപ്പിൽ ഒരു കൊല്ലം എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്? മരുന്ന് വാങ്ങാനും എക്യുപ്മെന്റ്സ് വാങ്ങാനും കൂടെ 5 വർഷം കൂട്ടിക്കും, 10 വർഷം കൂട്ടിക്കും. മിനിമം 1 ലക്ഷം കോടി രൂപയാണ് ഒരു കൊല്ലം. നമ്മൾ 10 വർഷം കൊണ്ട് 2 ലക്ഷം കോടി ഉപയോഗിച്ചു. അതിൻ്റെ 25 to 30% ആണ് കമ്മീഷൻ. പഴയ മരുന്ന് വാങ്ങി, അതേപോലുള്ള സംഭവങ്ങൾ നടത്തി, എക്യുപ്മെന്റ്സ് വാങ്ങി. ഇതൊക്കെ വിദേശത്താണ് ഇടപാട്. ഇതേപോലെ കരിമണൽ കർത്തയുടെ ഇടപാടിൽ ഷോൺ ജോർജ് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞ 5000 കോടി രൂപ പിണറായി വിജയൻ വാങ്ങിയെന്നാണ്. ഇത് 1,73 ലക്ഷം രൂപയാണ് അക്കൗണ്ട് വഴി എക്സാലോജിക്കലേക്ക് വന്നത്. അങ്ങനെയാണ് മകള് കൊടുങ്ങുന്നത്. ലോകത്തിലെ ആദ്യത്തെ അച്ഛനായിരിക്കും മകളെ കള്ളിയാക്കി പഠിപ്പിച്ചിട്ടുണ്ടാവുക. മകനെ ഈ കളട്ട മുതലൊക്കെ സൂക്ഷിക്കാൻ, തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന ആളാണ് ആര്? മകൻ. ഒരച്ഛനും സ്വന്തം മക്കളെ രക്ഷിച്ചുകൊണ്ടുള്ള നടപടിയേ ഉണ്ടാവുള്ളൂ. കൊള്ളക്കാരനായ പിണറായി വിജയൻ 2 മക്കളെയും തട്ടിപ്പ് കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിജയം. മനസ്സിലായി പറഞ്ഞത്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ജന്മദിനാശംസകൾ നേർന്നിരുന്നു. അദ്ദേഹം ഇനിയും വലിയ കൊള്ളകൾ നടത്തട്ടെ, എന്നിട്ട് പിടിച്ചു നിൽക്കാനാവട്ടെ എന്നുള്ളത്. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഇത്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ 2020 നടന്ന കേസിന്റെ തുടരാനാണ്
ഈ ഷോൺ ജോർജ് എന്ന് പറയുന്ന അഭിഭാഷകൻ പി സി ജോർജിന്റെ മകൻ നടത്തിയുള്ള പോരാട്ടം വഴിയാണ് ഈ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2026 എന്താ സംഭവിച്ചത്? ഇപ്പോൾ ലാസ്റ്റ് ഇലക്ഷനിൽ തോറ്റു തൊപ്പി. ഇനി അവർക്ക് ആവശ്യമുണ്ടോ പിണറായി വിജയനെ? ഇല്ല. 10 വർഷം കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് നടക്കാൻ. ഇപ്പോഴാണ് ഈ ഒരു രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തിനാണ് പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ ഷാഠ്യം പിടിക്കുന്നതെന്ന്. അത് വേറെ വശം. അത് ഇദ്ദേഹം പിണറായി വിജയൻ ഇനി 10 വർഷം ഇനി ഇവിടെ നിൽക്കണമെങ്കിൽ പിണറായി വിജയൻ എന്ത് ചെയ്യണം? ബി ജെ പിയിലേക്ക് CPM കൊണ്ടുപോയി പൂർണ്ണമായി ലയിപ്പിക്കണം. കാരണം 37% വോട്ട് ഇടതുപക്ഷത്തിനാണ്, BJP 14% ഇപ്പം 3 സീറ്റ് കിട്ടിയിട്ടുള്ളൂ. അടുത്ത തവണ 30 സീറ്റ് കിട്ടണമെങ്കിൽ CPM വോട്ട് അങ്ങോട്ട് മറയണം. ഇപ്പം പിണറായി വിജയനായിട്ടുള്ള പ്രതിപക്ഷ നേതാവായി വന്നപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും പ്രധാനമന്ത്രിയെ കാണാൻ അവരുമായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കാനും അങ്ങനെ പറ്റും. പക്ഷെ നേരത്തെ BJP തീരുമാനിച്ചിരുന്നു, ഈ 2026 ഇലക്ഷൻ വന്നപ്പോൾ തന്നെ BJP തീരുമാനിച്ചു ഇനി പിണറായി വിജയനെ കൊണ്ടുവരുന്നൊരു കാര്യമില്ല. ഇന്നലെ വരെ കൊണ്ടുവരുന്നത് വേറെ പ്രശ്നം, എന്ത്? കോൺഗ്രസ് മുക്ത ഭാരത, കേരളത്തിൽ കോൺഗ്രസ് വരുന്നില്ല എന്നുള്ളത്. ഇന്ന് കോൺഗ്രസ് 10 വർഷം കൊണ്ട് കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുന്നായിരുന്നു കരുതിയിരുന്നത്. 102 സീറ്റോടെ കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത രൂപത്തിലാണ് അധികാരത്തിൽ വന്നത്. ഇനിയും പിണറായി വിജയനെ താങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ BJP ഇല്ലാതെ തീരും കംപ്ലീറ്റ്. BJP വളരണമെങ്കിൽ പിണറായിക്കെതിരെ ശക്തമായ നടപടി തുടങ്ങണമെന്ന് ശോഭാ സുരേന്ദ്രനും അതേപോലെ ഷോൺ ജോർജും ഇപ്പോഴത്തെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും കൃത്യമായി ഡൽഹിയിൽ അറിയിച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ വലങ്കൈകളായി പ്രവർത്തിച്ച നമ്മുടെ V മുരളീധരനും K സുരേന്ദ്രനൊന്നും അതിൽ സ്ഥാനമില്ല. അപ്പൊ ഇവർ കൃത്യമായി ഡൽഹിയിൽ അറിയിച്ചതോടുകൂടി കൃത്യമായി അവിടെ ഒരു ഓപ്പറേഷൻ തീരുമാനിച്ചു. നേരത്തെ തന്നെ ഇന്നലെ ഹൈക്കോടതി ഉത്തരവിൽ പ്രകാരം CMRL കമ്പനി കാര്യം ക്ലിയർ ആക്കി. നിമിഷ നേരം കൊണ്ട് ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. നേരത്തെ തന്നെ അവർ നടത്തിയ ഓപ്പറേഷൻ പ്ലാനിന്റെ ഭാഗമാണ് ഇന്നത്തെ ഓപ്പറേഷൻ. അവിടെ ഇവർ കരഞ്ഞിട്ട് കാര്യമില്ല. ആര്? P ജയരാജനും അതേപോലെ അത് ഡൽഹിയിൽ VD സതീശൻ പോയിട്ട് പറഞ്ഞത് കൊണ്ടാണ് എന്ന് പറയാൻ ഇവിടുത്തെ സാധാരണക്കാർ അരിയാഹാരം തന്നെയല്ലേ കഴിക്കുന്നത്. ചിലപ്പം P ജയരാജനും അതേപോലെ K രാജേഷും ഒക്കെ വിചാരിക്കുന്നത് സ്വന്തം അണികളൊന്നും കഴിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ തൽക്കാലം പ്രകോപനം ഉണ്ടാക്കുക, പ്രശ്നമുണ്ടാക്കുക, എന്നിട്ട് ഇതിനെ അട്ടിമറിക്കാൻ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടാക്കുക. അതായത് വെള്ളത്തിൽ വരച്ച പോലെ എന്ന് പറയുന്ന പോലെയാണ് P ജയരാജന്റെയും KK രാഗേഷിന്റെയും ഒക്കെ പ്രസ്താവനകൾ. അതിൽ അപ്പുറത്തേക്ക് യാതൊരു തരത്തിലും കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് അന്വേഷണത്തിനായിട്ട്. ഇന്നലെ അന്വേഷണത്തിന് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റേ നീക്കി കിട്ടി. അപ്പൊ സ്റ്റേ നീക്കിയാൽ പിന്നെ ബാക്കി നടപടിയായിട്ട് പോകാം. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? വീണ വിജയനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ക്രൈമിന്റെ ഓഫീസിലൊക്കെ റെയ്ഡ് നടത്തിയപ്പോ കള്ളക്കേസിനാണ് റെയ്ഡ് നടത്തിയത്. നമ്മളെ വീടും ഓഫീസും റെയ്ഡ് ചെയ്യുക, എന്നിട്ട് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുക. ഇതൊക്കെ പിണറായി വിജയന്റെ താല്പര്യമായിരുന്നു. ഇപ്പം തിരിച്ചിട്ട് യഥാർത്ഥ പണി കിട്ടിയ എന്താ? തോക്കും യന്ത്രത്തോക്കൊക്കെ ആയിട്ടല്ലേ ഇവിടെ കാവലെന്നുകൊണ്ട് ഇരച്ചു കയറിയത്. ഇനിയിപ്പോ കേരളം ഞെട്ടാൻ പോകുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണല്ലോ. അത് ലാവ്ലിനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം കുറെ തവണ മാറ്റി. ആ മാറ്റൽ 80 തവണയോളമാണ് രജിസ്ട്രി വഴിയും അല്ലാതെയും ഈ കേസ് മാറ്റിവെച്ചത്. തുഷാർ മേത്ത എന്ന് പറയുന്ന അമിത്ഷായുടെ വലങ്കയാണ് സോളിസിറ്റർ ജനറൽ CBIയുടെ. അവരെ എല്ലാ തവണയും പോയിട്ട് പിണറായി വിജയന്റെ അഭിഭാഷകൻ പറയുന്നതിനേക്കാൾ കൂടുതലായി അവിടെ പറഞ്ഞ് കാല് പിടിച്ച് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനു വേണ്ടി ഞാൻ V മുരളീധരനെയും K സുരേന്ദ്രനെയും ബന്ധപ്പെട്ടിരുന്നു. പിന്നെ എൻ്റെ ഫോൺ എടുക്കാറില്ല. കാരണം എന്താ? അവർ രണ്ടുപേരും അപ്പം തന്നെ പിണറായി വിജയന്റെ ഏറ്റവും വലങ്കൈകളാണ്. അപ്പൊ ഇത്രയും കാലം പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ഇവരാണ്. ഇവരവിടെ കേന്ദ്രത്തിൽ കൊടുത്ത റിപ്പോർട്ടാണ് എന്ത്? ലാവ്ലിൻ കേസ് ഇങ്ങനെ ഇതാക്കി വെക്കണം എന്നുള്ളത്. അതുപോലെ ഡൽഹിയിൽ അത് പ്രവർത്തിച്ചു. ഇനി അങ്ങനെ ഒരു കാര്യമില്ല. ലാവ്ലിൻ കേസിലും തീരുമാനമുണ്ടാകും. പിണറായി വിജയനെതിരെ എല്ലാ കേസുകളിലും ഒന്നൊന്നായിട്ട് വരിങ്ങനെ വരും. നേരത്തെ PC ജോർജ് പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിൽ ഇവർക്ക് വേണ്ടി ഒരു ബ്ലോക്ക് തന്നെ ഇവർക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റിവെക്കും. കാരണം അതാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. എല്ലാ കാലത്തും മോഷ്ടിച്ചാലും തട്ടിപ്പടത്തിയാലും രക്ഷപ്പെടാം എന്നൊക്കെ പറയുന്ന മൗഢ്യമാണ്. ഏത് കൊലക്കൊമ്പനാണെങ്കിലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ളതാണ് സത്യം. അതിന്റെ ഭാഗമായി പിണറായി വിജയൻ എന്ന വിഴുപ്പ് പാണ്ഡത്തെ കേന്ദ്രത്തിന് ഇനി ആവശ്യമില്ല. അതിന്റെ ഭാഗമായിട്ട് സംഭവം നടന്നു. ഇന്നലെ VD സതീശൻ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഡൽഹിയിൽ പോയി. അത് ഗുണം കിട്ടിയത് VD സതീശനാണ്. VD സതീശൻ ഇടപെട്ടതോടുകൂടി പിണറായി വിജയൻ അകത്തായി എന്നുള്ള നിലയ്ക്ക്. അപ്പൊ VD സതീശൻ ആരാണ്? ഇന്ത്യയിൽ ഏറ്റവും ശക്തനായ ആളായി മാറിയില്ലേ? നരേന്ദ്രമോദി അടക്കം നിയന്ത്രിക്കാൻ പറ്റുന്ന ആളായി മാറിയില്ലേ? തീർച്ചയായിട്ടും.
പറയുമ്പം വേണ്ടേ മലർന്ന് കിടന്ന് തുപ്പിയിട്ട് കാര്യമുണ്ടോ? എന്തായാലും അങ്ങനെ പേര് കിട്ടിയത് നന്നായി. ഇനി നാളെ എന്തെങ്കിലും ഇതുപോലെ സംഭവം ഞാൻ വീഡിയോ സെഷൻ വിചാരിച്ചാൽ മതിയല്ലോ. എന്തായാലും ഈ ഹണിമൂൺ പീരീഡില് ഞെട്ടിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ സതീശൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കേരളം ഞെട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിപ്പോ ഇനി ഇതിന്റെ തുടർ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതൊരു അറസ്റ്റിലേക്കോ അങ്ങനെ എന്തിലേക്കും കടക്കുമോ? ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒഴിഞ്ഞു മാറാൻ അവർക്ക് പറ്റില്ല. 1,73,00,000 രൂപയുടെ കണക്ക് എന്ന് പറയുന്നത് റെക്കോർഡിക്കലി അവരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നതാണ്. ആ പണം എന്തിനു വന്നു, എന്ത് സർവീസാണ് ചെയ്തത് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ സർവീസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് CMR തന്നെ, ഫിനാൻസ് മാനേജർ തന്നെ കൃത്യമായി മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി കൊടുത്ത സ്ഥിതിക്ക് അവർക്ക് യാതൊരു സർവീസും കിട്ടില്ല എന്നുള്ള സ്ഥിതിക്ക് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ സ്വാധീനത്തിൽ കൈക്കൂലി പണമായി ആണ് പൈസ കിട്ടിയിരിക്കുന്നത്. അവർക്ക് കരിമണൽ വാരി കൊടുക്കുന്നതിന് കൃത്യമായി കിട്ടിയ പൈസയാണിത് എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് മാറ്റി പറയാനൊന്നും പറ്റില്ല. പിന്നെ PV എന്ന് പറയുന്ന പിണറായി വിജയൻ ഏകദേശം 5,000 കോടി രൂപയോളം വാങ്ങിയിട്ടുണ്ടെന്നാണ് ഷോൺ ജോർജ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. വന്നതും വരാത്തതുമായ കണക്ക് പ്രകാരമുള്ള കാര്യമാണ് പറഞ്ഞത്. അതും കൂടി ആകുമ്പോൾ പരിപൂർണമായി അവരുടെ കാര്യം. പിണറായി വിജയനും അതേപോലെ PV എന്ന് പറയുന്ന പിണറായി വിജയനും അതേപോലെ നമ്മുടെ മകൾക്കും വീണ വിജയനും സുഖമായി ജയിലിലേക്ക് പോകാനുള്ള വഴി ഒരുക്കി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതായത് ഒരു അറസ്റ്റ് വേണമെങ്കിൽ പോലും സംഭവിക്കാം, ഉറപ്പാണ്. അതിൻ്റെ അകത്ത് പിണറായി വിജയൻ അറസ്റ്റിലാകും. അത് ഉറപ്പായിട്ടും പിണറായി വിജയനെ ചോദ്യം ചെയ്ത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. മറ്റേ പിണറായി വിജയനെ നിഷേധിക്കാൻ പറ്റുമോ എത്ര ഫണ്ട് കിട്ടി എന്നുള്ള കാര്യം? പറ്റുമോ? പിണറായി വിജയനെ നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തെളിവല്ലേ അല്ലാന്ന് പറയാവുന്നത്. കാരണം അവിടുന്ന് കരിമണൽ വാരുന്നതിന് ഭാഗമായിട്ട് ഗവൺമെന്റ് കൊടുത്ത എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളാണല്ലോ അവർക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നില്ല ആ കമ്പനീനെ ഇത്ര പൈസ കിട്ടണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മുഹമ്മദ് റിയാസ് അടക്കം ഒളിവിലേക്കൊക്കെ പോയിരിക്കുന്നു എന്ന് ചില സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പറയുന്നുണ്ട്. അഭിപ്രായങ്ങളൊക്കെ അറിയില്ല എത്ര കൃത്യമായിട്ട് ശരിയാണെന്ന്. എത്ര ഒളിവിൽ പോയാലും എത്ര നാൾ ഓടും, എവിടെ പോയി ഒളിക്കും? പുറത്തെ അടിയിലെ പറ്റുള്ള ജനകീയ നേതാക്കന്മാരല്ലേ. അല്ല, അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താണ്? കുമ്പിട്ട് സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല. ഇത് സംഘപരിവാർ എന്താണ് ബന്ധം? എന്റെ ഓഫീസിൽ കത്തിക്കാൻ വന്നപ്പോൾ സംഘപരിവാർ പറഞ്ഞിട്ടാണോ എന്റെ ഓഫീസ് കത്തിച്ചത്? ലാവ്ലിൻ കേസിലെ വ്യക്തമായ രേഖകളല്ലേ ഞാൻ ക്രൈമിൽ പ്രസിദ്ധീകരിച്ചത്? അതേ ദിവസമല്ലേ എൻ്റെ ഓഫീസ് ആക്രമിച്ച ലാവ്ലിൻ കേസിന്റെ രേഖകളും കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളെല്ലാം കടത്തിക്കൊണ്ട് പോയത്? അത് സംഘപരിവാർ പറഞ്ഞിട്ടായിരുന്നു. അതിൽ 25 ദിവസം ജയിലിൽ കിടന്നത് സംഘപരിവാർ പറഞ്ഞിട്ടായിരുന്നു. ആദ്യത്തെ ഭാര്യനെ ചവിട്ടി എന്നിട്ട് 50 രൂപയ്ക്ക് മാളെ മാർക്കറ്റിന് പെൺകുട്ടികളെ കിട്ടും എന്ന് പറഞ്ഞത് സംഘപരിവാറിനെ കണ്ടിട്ടാണോ? അപ്പം ഇതിലൊക്കെ തന്നെ എന്നിട്ട് ഭാര്യനെ 2 കുട്ടികളില്ലേ, ആ കുട്ടികൾ ഒരു അച്ഛാന്ന് വിളിക്കാനുള്ള അവകാശം അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ? പിണറായി വിജയൻ ആ കുട്ടികളെ വിളിച്ചെന്ന് താലോലിച്ചിട്ടുണ്ടോ? സ്വന്തം മകളോട് മാത്രമേ താല്പര്യമുള്ളൂ, മരുമോന്റെ കുട്ടികൾ, ആദ്യത്തെ ഭാര്യയുള്ള കുട്ടികളെ താല്പര്യമൊന്നുമില്ലേ? അപ്പം ഇതൊക്കെ തന്നെ ഒരു കച്ചവടത്തിന്റെ ഭാഗമാണ് പിണറായി വിജയൻ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. ലാവ്ലിൻ കേസിന്റെ രേഖകളും കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളും പിണറായി ആർക്ക് കിട്ടി? നമ്മുടെ മുഹമ്മദ് റിയാസിന് കിട്ടിയോട് കൂടിയിട്ടാണ്. അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ്, പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ മന്ത്രിയായത്. കോഴിക്കോട് എത്ര വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു, അവരെയൊക്കെ കടത്തി വിട്ടിട്ടല്ലേ ഇദ്ദേഹം അവിടെ വലിയ പൊസിഷൻ എത്തിയത്? ആണോ? അല്ല, അദ്ദേഹത്തിന് എന്തായിരുന്നു അദ്ദേഹം അവിടെ എത്ര വലിയ നേതാക്കന്മാരുണ്ട് കേരളത്തിൽ, അവരൊക്കെ കടന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം ലോക്സഭാ ഇലക്ഷൻ സ്ഥാനാർത്ഥിയായി, പിന്നെ DYFIന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി, പിന്നെ ബേപ്പൂര് സീറ്റ് കിട്ടി, പിന്നെ മന്ത്രിയായത് എങ്ങനെ? പിന്നെ അത് മാത്രമല്ല മകളുടെ ഭർത്താവായി തീർന്നെങ്ങനെ? അപ്പം ഇതൊക്കെ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. എത്ര കാലം ഓടിയോ ഒളിച്ചാലും ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ള കാര്യം സംശയമില്ല. 1000 സ്വർണ്ണപാത്രങ്ങൾ കൊണ്ട് മൂടി വെച്ചാലും സത്യം ഒരു ദിവസം തുറന്ന് പുറത്തു വരും. അതാണ് ക്രൈമിന്റെ വിജയം. ക്രൈം പുറത്തു കൊണ്ടുവന്ന ക്രൈമാണ് പിണറായി വിജയൻ ആദ്യമായി തുറന്നു കാണിച്ചത്. കേരളത്തിൽ സർവശക്തനായി നിൽക്കുന്ന സമയത്താണ് ഒറ്റയ്ക്ക് നിന്ന് പോരാടിയത്. എന്നോട് എന്തെല്ലാം ഞാൻ നേരിട്ട്, എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തില്ലേ? അപ്പം എനിക്ക് സമയമായില്ലാത്തതുകൊണ്ട് എന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ പിണറായി വിജയന്റെ ഇന്നത്തെ സ്ഥിതി എന്താണ് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് ഒരു 2 ദിവസമെങ്കിലും അറസ്റ്റ് അങ്ങനെ ഉണ്ടാകുമോ? സാധ്യത ഉറപ്പായിട്ട് എൻ്റെ അകത്ത് അറസ്റ്റ് നടന്നേ പറ്റുള്ളൂ. ലാവ്ലിൻ കേസിലടക്കം സുപ്രീം കോടതി ഇത് വന്നു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം ജയിലിൽ. അങ്ങനെ ഒരു സാധ്യത കടുപ്പിച്ചു കഴിഞ്ഞാൽ, VDയും ED ഒക്കെ കടുപ്പിച്ചു കഴിഞ്ഞാൽ, മോഡിയൊക്കെ കടുപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വരില്ലേ? മോഡിയും VDയും ED അല്ല, മോഡിയും EDയും കൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
സംഭവം കടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പിണറായി വിജയന്റെ അവസാന ഒരു കാലഘട്ടമാണ്. അവസാനം ഈ 81 വയസ്സിൽ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ, മോള് ജയിലിലേക്ക് പോണ സ്ഥിതി ആലോചിച്ച് നോക്കൂ. എന്തൊരു കഷ്ടമാണ്. സ്വന്തം മോളെ വലിയ കൊള്ളക്കാരിയാക്കി മാറ്റി എന്നുള്ളതാണ് പിണറായി വിജയൻ ആപ്പാടുള്ള ഒരു നേട്ടം. കേരള ജനത്തെ കമ്പിളി വെറുത്ത് കഴിഞ്ഞു. പക്ഷെ ആപ്പാട് ഒരു നേട്ടം ഉണ്ടാക്കിയിട്ട് മക്കളെ രണ്ടുപേരെയും കള്ളന്മാരാക്കി മാറ്റി. അത് വലിയ ക്രെഡിറ്റ് ആണ് അദ്ദേഹത്തിന്. എന്തായാലും ഇത്രയും പ്രായമായില്ല അദ്ദേഹത്തിന്. നമുക്ക് എന്തായാലും അദ്ദേഹം നീതിമാനാണെന്ന്, അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അല്ല, 81 വയസ്സിലും കൊള്ളക്കാരനായി നടക്കാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായത്. ഈ പാർട്ടിയെ മുച്ചോട് നശിപ്പിച്ചിട്ട് ആ സ്ഥാനത്ത് കയറിയിരിക്കുന്നത് കണ്ടില്ലേ? അധികാരത്തുള്ള കൊതി. എങ്ങനെയെങ്കിലും അധികാരം വിട്ട് കളയാൻ പറ്റില്ല. 4 പോലീസുകാർ ചുറ്റും കാവൽ നിൽക്കണം. ഇപ്പൊ കാവൽ നിന്നിട്ട് എന്താ കാര്യം? യന്ത്രത്തോക്കായിട്ടല്ലേ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറിയത്.